സ്റ്റീൽ റോഡിൽ തന്നെയുള്ളൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത ടെൻഷൻ ടെസ്റ്റ് ഓൺ മൈൽഡ് സ്റ്റീൽ റോഡ് ആയിരുന്നു. സോ ദിസ് ഈസ് ദ ഷിയർ ടെസ്റ്റ്, ഡബിൾ ഷിയർ ടെസ്റ്റ് ഓൺ മൈൽഡ് സ്റ്റീൽ റോഡ്. ആൻഡ് ദിസ് എക്സ്പെരിമെന്റ് ഓൾസോ വി ആർ പെർഫോമിംഗ് ഇൻ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ ദ ഷിയർ റെസിസ്റ്റൻസ് ഓഫ് ദ ഗിവൺ മൈൽഡ് സ്റ്റീൽ റോഡ്. ഓക്കെ, so the instruments are universal testing machine and the device for fixing the specimen, or the double shear tool, shear shackle എന്ന് പറയും. ചെറിയൊരു ഡിവൈസ് ആണ്. then vernier caliper to measure the diameter of the steel rod. ഓക്കെ, ഇനി ഡയറക്റ്റ് ടെസ്റ്റ് പറയാം. സോ ഇതാണ് ഷിയർ ഷാക്കിൾ ടൂൾ, ഷിയർ ടൂൾ എന്ന് പറയും. അപ്പൊ നമ്മുടെ സ്റ്റീൽ ഇങ്ങനെ ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ ഇങ്ങനെ ഒരു പീസ് ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് റിമൂവ് ചെയ്യാവുന്ന, അതിന്റെ ഈ ആദ്യത്തെ ബ്ലോക്കിൽ കൂടെ ഒരു ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലോഡിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഈ ഒരു പീസ്, ഇവിടെ ഒരു പീസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ പീസിനെ അതിൽ കൂടെയാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ടെൻഷൻ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ കൊണ്ടുപോയി വെച്ച് ലോഡ് നമ്മൾ ഈ ഒരു ഇതിൽ കൂടെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിന്റെ അകത്തൂടെ ഈ സ്റ്റീൽ റോഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വിടും. ഇവിടെ രണ്ട് അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു സർക്കുലർ പീസ് ഉണ്ട്, അപ്പുറത്തും ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സർക്കുലർ പീസ് ഉണ്ട്. അപ്പൊ അതിനെയെല്ലാം നമ്മൾ കോൺസെൻട്രിക് ആയിട്ട് ഈ ഹോളിന് നേരെ വെച്ചിട്ട് സ്റ്റീൽ റോഡ് ഇൻസേർട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതിനെയും കൂടെ നമ്മൾ വെച്ചിട്ടാണ് ഈ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ആ ലിങ്ക് കാണുമ്പോൾ, ഇതിന് ശേഷം ലിങ്ക് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീൽ റോഡിനെ ഈ ഹോളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. then we are placing the test setup in the compression head of the universal testing machine. UTM ഓർക്കുന്നുണ്ടല്ലോ, ലാസ്റ്റ് ക്ലാസ്സിലും മെഷീൻ കാണിച്ചത്. സോ ഇതാണ് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. അപ്പൊ അതിന്റെ നമ്മൾ ആദ്യം UTM-ൽ ടെൻഷൻ ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ ടോപ്പ് ക്രോസ് ഹെഡിന്റെ ഇടയ്ക്കാണ് വെച്ചത്, ഈ ടോപ്പിന്റെ മിഡിലിന്റെ ഇടയ്ക്കാണ് വെച്ചത്. ഇനി ഇവിടെ നമ്മൾ ഷിയർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ ആ ലോഡിലോട്ട് നമ്മൾ കംപ്രസീവ് ലോഡാ കൊടുക്കണ്ടേ. അപ്പൊ ഇവിടെ കൊണ്ടുപോയാണ് ആ ഒരു ഷിയർ ടൂളിനെ പ്ലേസ് ചെയ്യുന്നത്. ബോട്ടം ക്രോസ് ഹെഡിലാണ് വെക്കുന്നത്. ദെൻ ഇറ്റ് വിൽ ആക്ട് ആസ് കംപ്രസീവ് ലോഡ്. അവിടെയാണ് അത് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം? അപ്ലൈ ദ ലോഡ് ഗ്രാജുവലി അപ്ലൈ ചെയ്യുക. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് വാൽവും ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇൻലെറ്റ് വാൽവ് സ്ലോലി ഓപ്പൺ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആകുമ്പോഴാണ് ലോഡ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദെൻ അപ്ലൈ ദ ലോഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? വി ആർ നോട്ടിങ് ദ ലോഡ് അറ്റ് വിച്ച് ദ സ്റ്റീൽ റോഡ് ബ്രേക്സ്. അത്രയും മാത്രമേ നോട്ട് ചെയ്യാനുള്ളൂ. ഈ സ്റ്റീൽ റോഡ് ബ്രേക്ക് ചെയ്യുന്ന ലോഡ് നോട്ട് ചെയ്യുക. ഈ ഇടയ്ക്കുള്ള ലോഡ് സ്റ്റീൽ റോഡ് ബ്രേക്ക് ആവും. കംപ്രസീവ് ലോഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ഇതിനെ നമ്മൾ കംപ്രഷൻ ആണ് കൊടുക്കുന്നത്. ആ രണ്ട് ക്രോസ് ഹെഡിലൂടെ അടുത്തടുത്ത് വന്നിട്ട് ഇവിടെ നമ്മൾ കംപ്രസീവ് ലോഡ്, ഇതിൽ കൂടെയാണ് ലോഡ് അപ്ലൈ ആവുന്നത്, കംപ്രസീവ് ലോഡ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ സ്റ്റീൽ റോഡിന് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള സ്റ്റീൽ റോഡിൽ കംപ്രസീവ് ലോഡ് ഇവിടെ രണ്ടിടത്തുമാണ് ഇത് ടച്ച് ചെയ്തേക്കുന്നത്, ഇവിടെ. അപ്പം എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ, നിങ്ങൾ ലാസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ് മോസിൽ, കംപ്രസീവ് ലോഡായിട്ട് ആക്ട് ചെയ്യുമ്പം ഇവിടെ ഇത് ബ്രേക്ക് ആവും അല്ലേ? ഈ സ്റ്റീൽ റോഡ് ബ്രേക്ക് ആവും. ഈ ഒരു മിഡിലുള്ള പ്ലേറ്റ് ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇവിടെ രണ്ടിടത്തും അത് ബ്രേക്ക് ആവും. ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സ്ട്രെസ്സാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എന്ത് സ്ട്രെസ്സായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ആർക്കെങ്കിലും പറയാവോ? എന്ത് ടൈപ്പ് ഓഫ് സ്ട്രെസ്സാണ്? നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് പഠിച്ചിട്ടുണ്ട്? ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ഏതൊക്കെ പഠിച്ചിട്ടുണ്ട് മോസില്? ഏതാ? ഷിയർ സ്ട്രെസ് ഉണ്ട്, പിന്നെ ടാൻജൻഷ്യലും ഷിയറും തമ്മിൽ എന്താ ഡിഫറൻസ്? നോർമൽ സ്ട്രെസ് ആൻഡ് ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലേ? ടാൻജൻഷ്യലും ഷിയറും സെയിം ആണ് അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെൻഷൻ ടെസ്റ്റ് ആണ് ചെയ്തത്. അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ്സാണ്.
ടെൻസൈൽ ഓർ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ് ബിക്കോസ് ദ ലോഡ് ഈസ് ആക്ടിങ് നോർമൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റീൽ റോഡിനെ പിടിച്ച് നമ്മൾ വലിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിലെ എക്സ്പെരിമെന്റിൽ. ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ വെച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് ക്രോസ് സെക്ഷണൽ ഏരിയ. വിത്ത് റെസ്പെക്ട് ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ദ ലോഡ് ഈസ് ആക്ടിങ് നോർമൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലേ? അതുകൊണ്ടാണ് അതിന് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നോർമൽ സ്ട്രെസ് 2 ടൈപ്പ് ഉണ്ട്, ടെൻഷൻ ഓർ കംപ്രഷൻ. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോഡ് കംപ്രസീവ് ലോഡ് ആണെങ്കിലും ഈ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് എങ്ങനെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്? ദിസ് ഈസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെ? ഇവിടെയല്ലേ ബ്രേക്കിംഗ് സംഭവിക്കുന്നത്? ഈ 2 സർഫസിലാണല്ലോ ഇത്. ഈ ഫിഗർ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ഇത് ബ്രേക്ക് ആവുന്നത് അല്ലേ? അപ്പൊ ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയക്ക് എങ്ങനെയാണ്? ഈ സ്റ്റീൽ റോഡിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയക്ക് എങ്ങനെയാണ് ആ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത്? ഇതാണ് ഇവിടെയാണ് അതിന് ബ്രേക്കിംഗ് സംഭവിക്കുന്നത്. ഈ ലോഡ് ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയക്ക് ടാൻജൻഷ്യൽ ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് സ്ട്രെസ് ഈസ് നോൺ ആസ് ടാൻജൻഷ്യൽ സ്ട്രെസ് ഓർ ഷിയർ സ്ട്രെസ് അല്ലെ? ഇവിടെയാണ് ഈ ക്രോസ് സെക്ഷണൽ ഏരിയ, ഇവിടെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവിടെ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ടാൻജൻഷ്യൽ ആയിട്ടാണ് അല്ലെ? ഇതിന് പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു. പാരലൽ ടാൻജൻഷ്യൽ എന്നൊക്കെ പറയുന്നത് സെയിം ആണ്. ഇനി ഇതിന് നോർമൽ ആയിട്ട് ആക്ട് ചെയ്താൽ അവിടെ സംഭവിക്കുന്നത് ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ആണ്. ഇങ്ങനെ അതിനെ കംപ്രസ് ചെയ്യാം. ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയക്ക് നോർമൽ ആയിട്ടാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഐദർ കംപ്രസീവ് ഓർ ടെൻസൈൽ. ഇങ്ങനെയാണെങ്കിൽ കംപ്രഷൻ, ഇങ്ങനെയാണെങ്കിൽ അത് ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒരു ലോഡ് ഇവിടെ ലോഡ് കൊടുക്കുകയാണെങ്കിൽ ദിസ് ലോഡ് വിൽ ബി ആക്ടിങ് ടാൻജൻഷ്യൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്റ്റീൽ റോഡ്. അതുകൊണ്ടാണ് അതിന് ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ് മെയിൻലി